അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണത്. അതായത് ഒരു ഗ്രോ ബാഗിലാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ല, ഇത് ഏതാണ് വെറൈറ്റി? ഇത് ഷാമ്പ്യൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സീതാമുടി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വേറെ പേരുണ്ടാവും, പക്ഷേ നാടൻ പേരിൽ ഇത് സീതാമുടി എന്ന് പറയുന്നത്. ഇത് ക്യാൻസർ രോഗത്തിന് ഇത്ര വലിയ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വലുപ്പത്തിനല്ല റേറ്റ്. ഇത് സാധനത്തിന്റെ ക്വാളിറ്റിക്കാണ്. അതായത് ഇതേ സാധനം തന്നെ നമുക്ക് 400 രൂപ 300 രൂപക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് ഏറ്റവും നല്ല ഉറപ്പുണ്ടോ നോക്കാം. ഒരു 18 ഇഞ്ച് പോട്ട് വെച്ചാൽ എത്ര വർഷമാണെങ്കിലും ഈ ജബോട്ടിക്കാബ് ഐറ്റംസ് ഒക്കെ ഇതിനെ നിർത്താം. ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെക്കാം. പിന്നെ ഇനി ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി നഴ്സറി കേട്ടോ. അതായത് ഒരുപാട് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളൊക്കെ അത് അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പോൾ ഇത് എവിടെയാണ് കറക്റ്റ് സ്ഥലം വരുന്നത്? ഇത് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ജൂബിലി റോഡ് എന്ന സ്ഥലത്താണ്. ഇതൊക്കെ ഏതാണ് ഐറ്റം? ഏതാ? ഇത് ഉമർ ചാമ്പയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ്? നമ്മളെ ഫേവറേറ്റ് സാധനം. ഈ ചട്ടി നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കൊടുക്കാണ്ട് അവിടെ? അത് കൊടുക്കാണ്ട് നമുക്ക് വിൽപ്പന കിട്ടില്ലേ? ഉണ്ടല്ലേ? ഓക്കെ. ഇത് പിന്നെ ജബോട്ടിക്കാബ് അല്ലേ? റെഡ് ഹൈബ്രിഡ് ആണ്. ജബോട്ടിക്കാബ് കമ്പൂക്ക, ഒരു വെറൈറ്റി ജബോട്ടിക്കാബ് അല്ലേ? ഇത് നിലത്തല്ല, അത് നമ്മൾ പോട്ടിലുള്ള വെച്ചിട്ടുള്ളത്. പോട്ടിൽ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ജബോട്ടിക്കാബ് നല്ലത്, ഏറ്റവും നല്ലത് പോട്ടിൽ വെക്കാൻ നല്ലത്. കാരണം എന്നിരുന്നാൽ അത് വളർച്ച, ഇതിൻ്റെ വളർച്ച ഇതിന് കാര്യമായിട്ട് വെയിലാണ് വേണ്ടത്. നല്ല വെയിലും വേണം, വെള്ളം വേണം. വീടുകളിലൊക്കെ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ പ്രത്യേകിച്ചും നമ്മളെ ടെറസിൻ്റെ മുകളിലോ എവിടെ വേണമെങ്കിൽ വെക്കണമെങ്കിലും. ഇപ്പോൾ ഇതൊരു 18 ഇഞ്ച് പോട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതന്നെ ഇപ്പോൾ എത്രയോ വർഷങ്ങൾ നിൽക്കാം. ഇനി എത്ര വർഷം, കാരണം ഇതുപോലെയുള്ള പോട്ടുകൾ വെച്ചാൽ ഒരു 18 ഇഞ്ച് പോട്ട് വെച്ചാൽ എത്ര വർഷമാണെങ്കിലും ഈ ജബോട്ടിക്കാബ് ഐറ്റംസ് ഒക്കെ ഇതിനെ നിർത്താം. ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെക്കാം. പിന്നെ ഇനി ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും നമ്മളെ കയ്യിലുണ്ട്. കണ്ട ഇത്രയും വലിയ പ്ലാന്റ് ഉണ്ടോ? ഇത് വെച്ചു. ഇത് തെങ്ങടക്കം വെക്കാം. ഇത് അതിന്റെ കായാണ്. അല്ലല്ലേ, പറ്റില്ല. ഇത് കണ്ടില്ല, ഇത് ഒരു വെറൈറ്റി സാധനമാണ്. ഇതിപ്പോൾ ഇത്രയും വലിയ സാധനം നമുക്ക് ഇതൊരു വീടിന്റെ മുറ്റത്തൊക്കെ വെച്ചാൽ വലിയൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചുള്ള സംഭവം, അതിനുള്ള ക്യാഷും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ഓരോരോ ആഗ്രഹങ്ങൾ, പൈസ കാശ് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അവനാൽ ആഗ്രഹങ്ങൾ സാധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെക്കാം. ഇതും തെങ്ങ് കഴുങ്ങൊക്കെ അടക്കം ഇതിൽ വെക്കാം. കഴുങ്ങ് തെങ്ങൊക്കെ, തെങ്ങ്, മാവ്, ഈ ഐറ്റംസ് എല്ലാ സാധനവും ഇതിൽ വെക്കാൻ പറ്റും. അത്രയും വലിയ വലിയ പോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ പോട്ട് 16 ഇഞ്ച്, മറ്റേ 18. അപ്പോൾ ഇത്ര മൂന്നിലൊക്കെ വലിയ വലിയ പ്ലാന്റ്സ് എത്രയും നിൽക്കുവേ. അപ്പോൾ ഇത് അടുത്തൊരു വെറൈറ്റി ആണ്. ഇതേതാണ്? ഇത് വെരിഗേറ്റഡ് ടെർമിനാലിയ എന്ന് പറയാം. ഇതിൻ്റെ തന്നെ ഗ്രീൻ ഉണ്ട്. ഗ്രീന് ഇത്ര വില അല്ല, ഇത് അത്ര കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇത് സംഭവം നല്ല റേറ്റ് ഉണ്ടല്ലോ. ഇത് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വീട്ടിലൊക്കെ ഒരു നല്ല പുൽത്തകടൊക്കെ വെച്ചിട്ട് അതിൽ മുറ്റത്തൊക്കെ വെക്കുകയാണ്, ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റ് സംഭവമാണ്. കാണാൻ നല്ല വെരിഗേറ്റഡ് ടെർമിനാലിയ. ഇത് അവിടെ ഇരിക്കണു. കുറേ ഉണ്ട്, കുറേ പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. അതിന് ചെറുതുണ്ട്. ചെറുതൊക്കെ എങ്ങനെ റേറ്റ് വരില്ലേ? ചെറുത് നമുക്ക് 700 രൂപ മുതൽ റേറ്റ് ഉണ്ട്. ചെറുത് 700, 1100. പിന്നെ അതിൻ്റെ മുകൾക്കാണ് റേറ്റുകളൊക്കെ. ഇതിൻ്റെ ഗ്രീനുണ്ട്. ഗ്രീൻ ഇത്ര വില വരില്ല. വളങ്ങൾ നടിയിൽ മിശ്രിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നമുക്ക് എല്ലുപൊടി, പിന്നെ വേപ്പുണ്ണാക്ക ഐറ്റംസ് അങ്ങനെ മിക്സ് ചെയ്ത് കയറ്റാം. അതൊക്കെ നമ്മൾ ഇവിടെ വന്നാൽ അവർക്ക് ശരിക്കും അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കും, കറക്റ്റ് ചെയ്ത് കൊടുക്കും, പറഞ്ഞു കൊടുക്കും ചെയ്യും. അവർക്ക് പോട്ടി മിക്സ് തന്നെ വേണമെങ്കിൽ നമ്മളെടുത്ത് നമ്മളെ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് വെച്ചോളൂ കൊടുക്കും. ഇതേതാ? ഇത് സീതാമുടി എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷ് വേറെ പേരുണ്ടാവും, പക്ഷേ നാടൻ പേരിൽ ഇത് സീതാമുടി എന്ന് പറയുന്നത്. ഇത് ക്യാൻസർ രോഗത്തിന് വരെ ഇതിൻ്റെ പിന്നെ അത് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ അറിയില്ല, കൂടുതലായിട്ട് അറിയില്ല. ഇത് വൃച്ചി മേറി കൊഴുത്ത് പറയും. ഇതിന്റെ പ്രത്യേകത? ഇത് പ്രത്യേകത പറഞ്ഞാൽ തന്നെ ഈ മഞ്ഞ കളർ തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ. കായ്ക്കും ചെയ്യും, അടക്കം ചെയ്യും അല്ലേ? കാണാൻ ഈ ഒരു ഇലകൾ ഉപയോഗിക്കാൻ പറ്റും, എനിക്കറിയില്ല. ഭയങ്കര ഭംഗിയുള്ളൊരു ഇതാണിത്. വീട് പോകുന്ന സ്ഥലത്തൊക്കെ ചെറിയ ഗ്രോ ബാഗിൽ തന്നെയാണ് ഇരിക്കണ. വലിയ ഇരുവശങ്ങളിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണിത്. അതായത് ഒരു ഗ്രോ ബാഗിലാണ് ഈ ഇരിക്കണത് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് ഏതാണ് വെറൈറ്റി? ഇത് ഷാമ്പ്യൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊരു പാമ്പ് പെട്ടതാണ്. ഇത് വർഷം ഇങ്ങനെ, അതായത് കാലം കൂടുന്നിടത്തോളം ഇതിൻ്റെ ഇതിങ്ങനെ വലുതായിട്ട് വരും. ഇത് 5-6-7 വർഷം ആകുമ്പോൾ ഇതൊക്കെ നല്ല വലിപ്പം വരും. ഒരു 6-7 വർഷം ഇത്രയൊക്കെ വലിപ്പമാവും ഇതിൻ്റെ. ഇത് ഏകദേശം എത്ര വർഷം? ഇത് 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട്. 2 വർഷം 3 വർഷമായിട്ടുള്ള അല്ലേ?
ഓക്കെ. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ വരല്? എന്തെങ്കിലും കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടും? ഇല്ല, ഇതൊന്നുമല്ല. ഇതിങ്ങനെ കാഴ്ച തന്നെയാണ്. ഇതിന്റെ ഈ നമ്മളൊരു എന്താ പറയാ ഭംഗിയല്ലേ, ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കണ്ടില്ല ഒരുപാട് മറ്റേ ചട്ടികൾ തന്നെ, പല മൺചട്ടികൾ. ഇത് മൊത്തം മൺചട്ടികളല്ലേ? മൊത്തം ഈ സെക്ഷൻ ഫുള്ള് മൺചട്ടികളാണ്. മൺചട്ടികള് സ്റ്റാൻഡില് വെറൈറ്റീസ് ഒക്കെ മേലക്ക് ഒക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇത് 80-70 രൂപ മുതൽ 1000-1500 രൂപ വരെ ഉള്ള ചട്ടികൾ. ഉപയോഗം എന്താണ് മൺചട്ടി? ഉപയോഗം മൺചട്ടി ഏറ്റവും ബെസ്റ്റ് ചെടികൾ വെക്കാൻ മൺചട്ടി നല്ലത്. ഓർക്കിഡിനായാലും ഓർക്കിഡ് ചട്ടികളാണ് ഈ ഇത് ഇതുപോലുള്ളത്. ഇതൊക്കെ ഓർക്കിഡ് ചട്ടിയാണ്. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ ആവശ്യങ്ങൾ. ഇതൊക്കെ ഓർക്കിഡ് ചട്ടിയാണ്. ഇത് ഓർക്കിഡ് ചട്ടിയാണ്. പിന്നെ ഇതൊക്കെ ഫാൻസി ഐറ്റംസ് അല്ലേ, കണ്ടോ? ഇത് ഫുള്ള് ഫാൻസി, അതായത് പല വെറൈറ്റിയിൽ വരുന്നത്. ഇത്ര വലിയ മൺചട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇതിന് 1000 രൂപ വരും. ഹോൾസെയിൽ ഉണ്ട് അവിടെ? ഹോൾസെയിലും കൊടുക്കും, റീറ്റെയിലും കൊടുക്കും. ഹോൾസെയിൽ വ്യത്യാസം വരും അല്ലേ? വലിയ ചട്ടിയിലെ ഇതിലാണ് വേണ്ടത്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ചട്ടികളില്ലേ? അതേ മോഡൽസ് ഇതൊക്കെ ഫുള്ള്, ഇതൊക്കെ പല വെറൈറ്റീസും ഇഷ്ടംപോലെ വെറൈറ്റി ചട്ടികളുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ചട്ടികളുണ്ട്, പല വെറൈറ്റി ആയിട്ട്. ഇത് ചെടികൾക്കുള്ള ചെടികൾക്കുള്ള ഒക്കെ ചെടികൾ. ഇതിലെങ്ങനെ ചെടിയാക്കാം? ഇതില് ചെയ്തിട്ട് തൂക്കിയിടുന്ന സീറ്റ്. അങ്ങനത്തെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ കാണാന്. ഇത് ഒരു ഇതുപോലെ അങ്ങനെ ആക്കുന്ന രീതിയിലല്ലേ? അതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ കല്ലുകൾ അലങ്കരിക്കാനുള്ള അല്ലേ? പിന്നെ പ്ലാസ്റ്റിക്കിനതൊക്കെ നല്ല ഡിസൈൻ ആയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും വലിയൊരു നഴ്സറി തന്നെ പറയാം, അത്യാവശ്യം ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ ഇതല്ല പ്ലാസ്റ്റിക്കിന് വരുന്നത്. അതെ, പ്ലാസ്റ്റിക്. ഇതൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ്, ഇതൊക്കെ പ്ലാസ്റ്റിക് വെറൈറ്റീസ് ആണ്. ഫുള്ള് പ്ലാസ്റ്റിക്. അപ്പം എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചട്ടിയിലൊക്കെ ഇതൊക്കെ എന്താ റേറ്റ് വരിക? ഇത് റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വലുപ്പത്തിനല്ല റേറ്റ്. ഇത് സാധനത്തിന്റെ ക്വാളിറ്റിക്കാണ്. അതായത് ഇതേ സാധനം തന്നെ നമുക്ക് 400 രൂപ 300 രൂപക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് ഏറ്റവും നല്ല ഉറപ്പുണ്ടോ നോക്കാം. എത്ര വർഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഇത് എത്ര വർഷം നിൽക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനാണ് വില. അപ്പോൾ ഓരോ കമ്പനിക്ക് അനുസരിച്ച് വില വരും. ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ടാവുമോ? ഇതൊക്കെ നമ്മളിവിടെ വിൽക്കുന്നത് ഇത് 550 രൂപ 600 രൂപക്കൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊന്ന് പിടിച്ച് നോക്കിയാൽ മറിയാ കഴിയില്ല, അത്ര ക്വാളിറ്റി സാധനമാണ്. ഇതൊക്കെ എത്ര വർഷം വേണമെങ്കിൽ ഇതേപോലെ ഇരിക്കും. പിന്നെ അത് കാണാൻ നല്ല ഭംഗി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ കേട്ടോ. അതായത് എല്ലാവിധ ചട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഒരു വീട്ടിലത്തെ ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടല്ലേ? അതെ, എല്ലാം ഒരു കുടക്കയിലാണ്. പറയുക മാത്രമല്ല, ഇവിടെ ഉള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ എടുക്കുക 10%. അത് ഈ ഒരു മാസം ഈ മാസമല്ല, അതായത് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ നമ്മൾ 10% ഡിസ്കൗണ്ട് നമ്മളൊരു സന്തോഷം നമ്മളെ കസ്റ്റമർക്ക് പങ്കുവെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.